കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സദ്യയിലെ മാങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതും വിനാഗിരി ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറാണ്. വിനാഗിരി ചേർക്കുന്നില്ല എന്ന് കരുതിയിട്ട് അത് പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒട്ടും തന്നെ കേടാവാത്ത മാങ്ങാച്ചാർ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സദ്യയുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിന്റെ അംശം നമ്മുടെ അച്ചാറിൽ ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാങ്ങ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് പെരട്ടി ഒരു അരമണിക്കൂർ വെച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ ഉപ്പിട്ട് മിക്സ് ചെയ്ത ഭാഗം ക്യാമറ ഓഫായി പോയതുകൊണ്ട് കിട്ടാഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ മാങ്ങ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ മാങ്ങയിൽ ചെറിയൊരു ഈർപ്പം പോലെ ഇരിക്കുന്നത്. അതാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ 1.5 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1.5 കിലോ മാങ്ങയ്ക്കുള്ള അളവിലാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നത്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ തന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ആ പൊടികൾ വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, പൊടികളുടെ പച്ചച്ചോവ് വരത്തില്ലയോ എന്ന്. ഒട്ടും തന്നെ വരത്തില്ല. നമ്മൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കടുക് താളിച്ചിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ പൊടികളുടെ പച്ചച്ചോവ അങ്ങ് മാറി കിട്ടിക്കോളും. അപ്പൊ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കൂടെ താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കൂടുതൽ നാൾ കേടാവാതിരിക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും. അപ്പൊ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടോട് കൂടിയിട്ട് തന്നെ, നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ എണ്ണ നമുക്ക് അച്ചാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ പൊടികളുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. അപ്പൊ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എളുപ്പമാണ് ഈ രീതിയിൽ ഉണ്ടാക്കാനായിട്ട്. ഒട്ടും തന്നെ പൊടികളുടെ പച്ചച്ചൊവയൊന്നും വരില്ല. ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്. അപ്പൊ നമ്മളിത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂട് മാറിയതിന് ശേഷം നമ്മളിത് ചില്ലുകുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ചിരുന്നാൽ മതി. ഒരു 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം മാങ്ങയൊക്കെ അലിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കിയിട്ട് 1.5 മാസത്തിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ കേട് വന്നിട്ടില്ല. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് അച്ചാറിന് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിന് മുന്നേ നമ്മൾ വിനാഗിരി ഒക്കെ ചേർത്തിട്ട് പൊടികളൊക്കെ മൂപ്പിച്ച് ചേർത്തിട്ടുള്ള ഒരു അച്ചാറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കറിനാരങ്ങ അച്ചാറിന്റെ വീഡിയോയും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. 2 രീതിയിൽ കറിനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന, ഒട്ടും തന്നെ കയ്പില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് മുളക് പൊടി ചേർത്തിട്ടും പച്ചമുളക് ചേർത്തിട്ട് വെള്ളനാരങ്ങയായിട്ട് ഉണ്ടാക്കുന്നത്, അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഞ്ചിക്കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ നനഞ്ഞ സ്പൂൺ വെച്ചിട്ടൊന്നും അച്ചാർ എടുക്കരുത്. ചില്ലുകുപ്പിയിലിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടുണ്ടാവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഈ രീതിയിലൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ കുറച്ച് അളവിലാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിലും അതുപോലെ തന്നെ എളുപ്പം യൂസ് ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിലും നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്. അപ്പൊ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്